ഹലോ ഹായ് ദിസ് ഈസ് സെൽവ ഹൈ ഡി എസ് കെ പ്ലാറ്റ്ഫോം. അപ്പോൾ നമ്മൾ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ബട്ട് സ്കിപ്പ് ചെയ്ത് കാണണം, കാരണം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ദറ്റ്സ് വൈ ഐ എം ടെല്ലിങ് യു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ബോറടിപ്പിക്കുന്നില്ല. ചെറിയൊരു യാത്രയൊക്കെ ചെയ്തിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഇത് പട്ടിമാളത്തേക്ക് വരുന്ന റോഡാണ് കേട്ടോ. ഇത് ശ്മശാന ഭൂമിയാണ് ഇതിൻ്റെ അകത്ത്. ഇത് തോട്ടമാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതാണ് പട്ടിമാളം. ഞങ്ങളുടെ ഊരിൽ ഈ അടുത്ത കാലത്ത് പണിത പാലമാണ്. അപ്പോൾ ഇത് എങ്ങനെയുണ്ട് കാണാൻ? രസമാണോ? അപ്പം നമുക്ക് ഈ പാലത്തിന് എത്ര രൂപ ആയി നോക്കാം കേട്ടോ. 12 ലക്ഷം കേട്ടോ. 12 ലക്ഷം രൂപയാണ് ഈ പാലത്തിന്. പക്ഷെ എത്രത്തോളം വെർത്താണെന്ന് നിങ്ങൾ കണ്ടിട്ട് പറയൂ. ഒരു ചെറിയൊരു തോടിൻ്റെ മുകളിലാണ്. ആക്ച്വലി ഇതിൻ്റെ മുകളിൽ വേറൊരു പാലം നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുതായിരുന്നു. ഇതും അങ്ങനെ തന്നെയാണ്, ചെറിയൊരു ഹൈറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ കാരണം പുഴയൊക്കെ ഈ തോട്ടിൽ നിന്നൊക്കെ വെള്ളം വരുന്ന സമയത്ത് പാലത്തിൻ്റെ മുകളിലേക്ക് കയറുന്ന സമയത്ത് എന്താവും, ഇവിടെയുള്ള ആൾക്കാർക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് പാസ് ചെയ്യാനായിട്ടുള്ള ചെറിയൊരു ബുദ്ധിമുട്ട് പണ്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണക്കാക്കിയിട്ടാണ് ആക്ച്വലി പണിതിട്ടുള്ളത്. പക്ഷേ എന്നാലും ഇത് ഹൈറ്റ് കുറവാണ്. ആക്ച്വലി പാലം കുറച്ചും കൂടി ഹൈറ്റ് വെക്കാമായിരുന്നു എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ കണ്ടിട്ട് പറയുക. പ്രത്യേകിച്ചും പട്ടിമാള സ്വദേശികൾ ആരെങ്കിലും കാണുകയാണെങ്കിൽ അവരുടെ അഭിപ്രായം തീർച്ചയായിട്ടും വെക്കണമെന്നതാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ വെള്ളമില്ല കേട്ടോ. ആക്ച്വലി വെള്ളം നേരത്തെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു കുറേ വെള്ളം, പക്ഷെ ഇപ്പോൾ അങ്ങനെ വെള്ളമില്ല. സ്വന്തം നാട്ടുകാരാണ് ഇദ്ദേഹം. മണിയൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഇദ്ദേഹം ഇവിടുത്തെ നാട്ടുകാരനായതുകൊണ്ട് നമുക്ക് ചോദിക്കാം. ഓക്കെ, കാലത്തിലെ തണ്ണിയെല്ലാം വരുകതാ ഇല്ലല്ലോ, തണ്ണി ഇല്ലേ? അപ്പോൾ അതായത് വെള്ളം ഇല്ല എന്നാണ് പറയുന്നത്. പണ്ടൊക്കെ ഇവിടെ വെള്ളം ഉണ്ടായിരുന്നു അത്രേ. അതന്നെ, മഴ ഇല്ലാന്ന് മഴയില്ല. അപ്പോൾ ഈ വേനലെല്ലാം തണ്ണിയെല്ലാം നമുക്ക് ഇനി എത്ര നാളാകും ഈ തണ്ണി വരകാക്കാം? தண்ணி பிறகு இன்னும் 2 மாதம் கிடக்கும். எனக்கு மழை தண்ணி பிறகு தண்ணி இல்லை. இப்போ அதிகம் இல்லை, கம்மி இல்லை. குடிக்க தண்ணி கஷ்டமாக கிடக்கும். நமது கெரையதெல்லாம் தண்ணி இருக்குதா? கெரை தண்ணி പൊങ്ങാനി പുള്ളിന് എന്നാ பண்ணுவீங்க ഫ്രണ്ട്സ്? ഞാൻ എന്തായാലും ഈ പാലത്തിനെ കുറിച്ചൊക്കെ പിന്നെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ എന്ത് തന്നെയാലും ഇപ്പോഴത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ചൂടാണ്. അപ്പോൾ ചൂടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം വേനൽ അടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് അപ്പോൾ പ്രത്യേകിച്ച് കർഷകർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പ്രത്യേകിച്ചും അവർ കടം മേടിച്ചിട്ടൊക്കെയാണ് കൃഷികളൊക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വെള്ളവും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ അതിന് കൃത്യമായിട്ട് ഉപയോഗിക്കണം വെള്ളം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, കാരണം അവർക്ക് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ കൃഷി നശിച്ചു പോകും. പിന്നെ അതുകൊണ്ട് അവർക്ക് ഒരുപാട് ബാധ്യതകളുണ്ടാകും, അത്തരത്തിലുള്ള കാര്യം. പിന്നെ അതുപോലെ തന്നെ ചൂട് കൂടുതലുണ്ട്. അതുകൊണ്ട് ഈ ആടുമാട് മേയ്ക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അവരും ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട്. പിന്നെ വെള്ളം അത് കുറയുന്നൊരവസ്ഥയാണ്. അതുമാത്രമല്ല, ജനങ്ങൾക്ക് ഓരോ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട്. ചില അസ്വസ്ഥതകളൊക്കെ രാത്രി കാലങ്ങളിലുണ്ട്. പകലും ചൂടാണ്, രാത്രിയും അതുമായി ബന്ധപ്പെട്ടിട്ട് ചൂടാണ്. തണുപ്പ് വളരെ കുറവാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. കൃത്യമായിട്ട് വെള്ളം കുടിക്കുക. പിന്നെ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ ചെയ്യുക. പിന്നെ പക്ഷിമൃഗങ്ങളൊക്കെ കാണും നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് വെള്ളം കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, എന്നുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കുക. ഓക്കെ, എന്നാൽ നമുക്ക് പോവല്ലേ, നമ്മുടെ ജേണി തുടങ്ങാം. ഇതൊരു ചെറിയൊരു ഇടവഴിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ ഒരു വലിയൊരു പുഴയിലേക്കാണ് പോകുന്നത്. ഇവിടെ ആട് മേയ്ക്കുന്ന ആൾക്കാരെല്ലാവരും ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ തോട്, നമ്മൾ നേരത്തെ കണ്ട പാലത്തിൻ്റെ ആ തോടാണ്. ആക്ച്വലി ഇതിൽ പണ്ടൊക്കെ വെള്ളം ഉണ്ടായിരുന്നു, കൂടുതലായിട്ടുണ്ടായിരുന്നു കുറച്ച് കാലം. അതിന് ശേഷം മഴയ്ക്ക് കിട്ടിയിട്ട് പിന്നെ കുറച്ച് കാലം വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോഴും ചെറുതായിട്ടൊക്കെ ജലാംശമൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? എവിടെയാണോ? ഇതൊക്കെയാണ് കേട്ടോ വെള്ളം. നമ്മൾ എത്തിച്ചേരേണ്ട സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയും കുറച്ച് ദൂരം കൂടി നമുക്ക് പോകാനുണ്ട്. ഇതാണ് ആക്ച്വലി ഭവാനിപ്പുഴയാണ്. ഭവാനിപ്പുഴ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ അല്ലേ, കേരളത്തിൽ 44 നദികളുണ്ട്. 44 നദികളിലെ ഒരു നദിയാണ് ഭവാനിപ്പുഴ. ഇത് കിഴക്കോട്ട് ഒഴുകുന്ന നദിയാണ്. കിഴക്കോട്ട് 3 നദികളെ ഒഴുകുന്നുള്ളൂ: കബനി, പാമ്പാർ ആൻഡ് ഭവാനിപ്പുഴ. അതിലൊന്നാട്ടോ ഇത്. എല്ലാം പാറകളെല്ലാം അങ്ങനെ തന്നെ കാണുന്നുണ്ടല്ലേ. ആക്ച്വലി വെള്ളം കുറഞ്ഞു കേട്ടോ. വെള്ളം കുറഞ്ഞത് കൊണ്ടുള്ള കാഴ്ചയാണ് നിങ്ങളിങ്ങനെ കാണുന്നത്. നല്ല ചൂടൊക്കെയാണ്, അതുകൊണ്ടാണ് ഇവിടെ വെള്ളം ഇല്ലാത്തത്. അല്ലെങ്കിൽ ഇവിടെ നല്ല വെള്ളമൊക്കെ കാണും കേട്ടോ. പക്ഷേ ആക്ച്വലി മഴ സമയത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വെള്ളം കാണും.
ഈ ഒരു തുരുത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യം മീൻസ് ഒരു 2 വർഷം തോന്നുന്നുണ്ട്, 2 വർഷം മുമ്പും കണ്ട ഒരാൾ ചുറ്റും ഇതിപ്പുറം ഇതുണ്ട്, വെള്ളം വരും, അതിൻ്റെ അപ്പുറം വെള്ളം വരും. വെള്ളം വന്നിട്ട് കുടുങ്ങി ഒരു ഫാമിലി, അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അപ്പോൾ അവരെ രക്ഷപ്പെടുത്താനായിട്ട് ഇവിടുന്ന് ഫയർഫോഴ്സൊക്കെ വന്നിട്ട് രാത്രി പകലും കഷ്ടപ്പെട്ടിട്ടാണ് ആക്ച്വലി അവരെ രക്ഷിച്ചത്. ഒരു ചെറിയൊരു അമ്പലമാണ് ഇത്. പൊതുവേ ഏപ്രിൽ സമയങ്ങളിലൊക്കെയാണ് ഇവിടെ പൊതുവെ എന്താ പറയുക ഉത്സവങ്ങളൊക്കെ ഉണ്ടാകും. ഉത്സവങ്ങൾ വലിയ ഉത്സവമൊന്നുമില്ല, ചെറിയൊരു രീതിയിൽ അങ്ങനത്തെയൊക്കെ സെലിബ്രേറ്റൊക്കെ ചെയ്യാറുണ്ട്. പൊതുവെ ഇവിടെയുള്ള ട്രൈബ്സ് ചെയ്യുന്ന ഒരു ഉത്സവമൊക്കെയാണ് ഇവിടെ പൊതുവെ. ഇത് അമ്പലമാണ്. ഇവിടെ ഒരാളൊക്കെ വന്ന് നോക്കുന്നുണ്ട്. ഈ സ്ഥലത്ത് പൊതുവെ ടൂറിസ്റ്റുകൾ വരാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം പ്രൈവറ്റ് സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടെ ടൂറിസ്റ്റുകൾക്കൊന്നും വരാനായിട്ട് സാധിക്കില്ല. ആട് മേക്കത വേല. ഓ, ഇവരൊക്കെ ഇവിടെ കന്നുകാലിയിൽ മേക്കുന്ന ആൾക്കാരാട്ടോ. அப்போ ஏச்சா இங்கே இப்போ ஆடெல்லாம் மேய்க்க முடியுமா? முடியல, ரிஸ்க் கஷ்டம், தண்ணியும் கிடைக்கல, தண்ணிக்கே ரொம்ப கஷ்டம், நல்லா சூடுல, சரியான சூடு, தண்ணியை வற்றி போகுதுல்ல. அது அது പിന്നെ എച്ചെന്നാൽ 2 മാസം കൂടെ മേ വന്നാൽ രക്ഷപ്പെടും. മെത്തി വരും. ഇത് ഇപ്പോൾ നമുക്ക് കുടിക്കാൻ തണ്ണി കിടക്കുക കഷ്ടമല്ലേ. അതെ അതെ, ബുദ്ധിമുട്ട്. ഡാം കെട്ടിനാലേ പരവായില്ല, ഇല്ലേ സുഖமாக ஓடிப்போம். இல்லை ஆடுகளுக்கு மேசெல்லாம் மேசு ரொம்ப கஷ்டம். கெரை கழுத்தி போக முடியாது, பூரா ஆனை. அது அது ஆனை இருக்குது, புலி வேறு ஜாஸ்தி இருக்குது, அதெல்லாம் ஒன்றும் பண்ண முடியும். வெளிக்கு அதனால போகாதில்லை. நாம் தேவைப்படுத்து ஏதுக்கே போய் ஆனை கஞ்சிவியா புலி கஞ்சிவியா, அது அது ஒன்றும் கஞ்ச முடியாது. நடவடி ஏதாச்சும் நடவடி எடுக்க சொல்ல வேண்டியது. அது சொன்னா யார், நாம ஒரு ஆளை சொல்லிட்டு கேரி வந்தோமா, ஜனங்க ஒத்து வந்தால் மாத்திரதே முடியும். இந்த ஒருத்த நிலையெல்லாம் சொல்லிட்டு கேரி இல்லை, எல்லாம் எழுதி கொடுக்கணும். அப்போ ஒன்றா നടപടി എടുപ്പാർ, ഇല്ലെന്ന് എടുക്കാൻ മാറ്റാർ. ഗൈസ്, അപ്പം നിങ്ങൾ കേട്ട് കാണും, നല്ല ചൂടാണ് ഇവിടങ്ങളിൽ. നമ്മൾ അട്ടപ്പാടി തന്നെ ഇത്ര വലിയ ചൂടാണെങ്കിൽ പിന്നെ പുറത്ത് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കെല്ലാം അറിയുന്നതാണ്. അട്ടപ്പാടി എന്ന് പറയുന്നത് എന്താ പറയുക, സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയർന്ന ഒരു സ്ഥലമാണ്. അവിടെ തന്നെ ഭയങ്കര ചൂടാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ മണ്ണാർക്കാട് പോലുള്ള താഴെയുള്ള സ്ഥലത്തൊക്കെ ഭയങ്കര ജീവിക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇത്രയും നല്ല ചൂടുണ്ട് അട്ടപ്പാടിയിൽ പോലും. മാത്രമല്ല ഇപ്പോൾ വേനലൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവിടെ പശുക്കൾ മേയ്ക്കുന്നതിനുള്ള ആടുമാടുകൾ മേയ്ക്കുന്നതിന് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, മേവില്ല, അതിന് വേണ്ടിയിട്ട് ആടിന് വേണ്ടിയിട്ടുള്ള തീറ്റ ഇല്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇപ്പോൾ മലകളിലേക്കൊന്നും പോകാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കേട്ട് കാണുമല്ലോ, വയനാട്ടിലായാലും അട്ടപ്പാടിയിലായാലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഈ എലഫൻറ്റ്, വൈൽഡ് ആനിമൽ, ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്, പുലി, ആന എന്നുള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ ഇവിടെയുള്ള ആൾക്കാർ പൊതുവെ മലയിലേക്ക് ഇപ്പോൾ അധികം പോകാറില്ല എന്നുള്ളതാണ്. അതൊക്കെ ആക്ച്വലി ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ലീവ്. നമുക്ക് പൊതുവെ അറിയാം അട്ടപ്പാടിയിലാകെ 2 പുഴ മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രത്യേകിച്ചും ഭവാനി അതുപോലെ തന്നെ ശിരുവാണി എന്നാണ് ഈ 2 പുഴകളുള്ളൂ. പക്ഷേ വേനലാകുമ്പോഴത്തേക്കും, അതായത് ഇപ്പോൾ ഫെബ്രുവരിയാണ്, ഇനി മാർച്ചുണ്ട്, ഏപ്രിലുണ്ട്, ജൂണിലൊക്കെയാണ് പൊതുവെ മഴ പെയ്യാറ്. പക്ഷേ ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചൊക്കെ സംഭവിച്ചത് കൊണ്ട് നമുക്ക് ഏത് സമയത്ത് മഴ വരും, ഇല്ലെങ്കിൽ ഏത് സമയത്ത് മഴ വരില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കൊന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷെ എന്തായാലും 2 മാസം എന്ന് പറയുന്നത് വെരി എന്താ പറയുക, നമുക്ക് ആലോചിക്കാൻ തന്നെ പറ്റാത്തൊരു സ്ഥിതിഗതിയാണ് ഉള്ളത്. പ്രത്യേകിച്ചും ഇപ്പോൾ തന്നെ വെള്ളം മാക്സിമം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ കാണുന്നതെല്ലാം ചെറിയൊരു നിരപ്പായ സ്ഥലമായതുകൊണ്ട് അവിടെ മാത്രമേ വെള്ളം നിൽക്കുള്ളൂ, നിന്നിട്ട് മെല്ലെ പോകത്തുള്ളൂ. പിന്നെ അല്ലാത്ത സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് നേരത്തെ കണ്ട പോലെയുള്ള കല്ലുകൾ മാത്രമേ കാണുന്നുള്ളൂ. ആ ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. മാത്രമല്ല ഇവിടെ വെള്ളം കുറയുന്നതിന് വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് കുറേ ആൾക്കാർ ഈ കർഷകരുണ്ട്, അവർ പറഞ്ഞിട്ട് കാര്യമില്ല. കൃഷി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. കൃഷി എന്ന് പറഞ്ഞാൽ അപ്പോൾ കൃഷിയെക്കുറിച്ച് ഇപ്പോൾ സമരങ്ങൾ പോലും നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ വെരി ബിഗ് തിങ് ആക്ച്വലി. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. കൃഷിക്കാരും ഒരുപാട് വെള്ളം കൃഷിയുടെ ആവശ്യത്തിനായി എടുക്കുന്നത് കൊണ്ട് ഒരുപാട് വെള്ളം പെട്ടെന്ന് തന്നെ തീരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അവരെ കൺട്രോൾ ചെയ്യുക എന്നതാണ് തന്നെയാണ് നമുക്ക് എടുക്കേണ്ട ഒരു നടപടി എന്ന് പറയുന്നത്. പിന്നെ കൃഷിക്കാരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കൃഷിയില്ലാണ്ട് നമ്മൾ പോലും ആയിട്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അവരെ നമ്മൾ എന്തായാലും പരിഗണിക്കാൻ തന്നെ പറ്റും. ഭവാനിപ്പുഴയുടെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഇതിലൂടെയാണ് ആക്ച്വലി വെള്ളം മഴ വന്നു കഴിഞ്ഞാൽ ഒഴുകുന്നത് ഇതിലൂടെയാണ്.
അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് പാർട്ട്, അത് പിന്നീട് ഇതിലേക്കാണ് വന്ന് ജോയിൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ താഴോട്ട് കിഴക്കോട്ട് തമിഴ്നാട്ടിലേക്ക് ഒഴുകിപ്പോകും. അപ്പോൾ ഇവിടെയൊക്കെ വെള്ളം ഇപ്പോൾ ഗെറ്റിംഗ് ഡ്രൈ ആയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. സോ വെള്ളം ഉപയോഗിക്കുന്ന ആൾക്കാർ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. കാരണം ഇനി 2 മാസം കൂടി വി ഹാവ് ടു സർവൈവ്, റൈറ്റ്? സോ നമുക്കിപ്പോൾ കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എന്താവശ്യത്തിനും അമിതമായിട്ട് ഉപയോഗിക്കരുത്, കുറച്ച് മാത്രം ഉപയോഗിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ വേനൽ എന്ന് പറയുമ്പോൾ വെള്ളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. ആക്ച്വലി നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ബന്ധങ്ങൾ, അല്ലെങ്കിൽ ബന്ധക്കാർ, ആര് തന്നെ ആയാലും അവരെല്ലാം കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഒരുപാട് പേരുണ്ടാകും. എന്തായാലും എല്ലാവരുടെയും ഫാമിലി, നമ്മുടെ എല്ലാം സാധാരണക്കാരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫാമിലി ഇത്തരത്തിലുള്ള ആൾക്കാർ കൂലിപ്പണിക്ക് പോകാറുണ്ട്. അപ്പോൾ വെയിൽ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ കൂടുതൽ ചൂടാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആൾക്കാർ അവരാണ് കൂടുതലായിട്ട് സഫർ ചെയ്യുന്നത് ഈ വെയിൽ. അതുകൊണ്ട് തന്നെ പണ്ടൊക്കെ ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുന്ന ആൾക്കാർക്ക് ഈ വേനൽ സമയത്തൊക്കെ അതിനെ മറികടക്കുന്നതിനൊരു ടൈം ഷെഡ്യൂൾ സെറ്റപ്പാക്കി ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് രാവിലെ നേരത്തെ പോയിട്ട് 10-11 വരെ പണി ചെയ്യുക, അങ്ങനെ ആ രീതിയിൽ. അല്ലെങ്കിൽ 2:30 പോയിട്ട് കുറച്ച് സമയം നീട്ടി കൊടുക്കുക, ആ ഒരു സമയത്തിനുള്ളിൽ പണി ചെയ്യുന്ന രീതിയിൽ പണ്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലിൽ സൂര്യാഘാതം ഏൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പായിരുന്നു കൊടുത്തിട്ടുള്ളത്. അത്തരത്തിലൊക്കെ നമ്മുടെ ആൾക്കാർക്ക് ചെറിയ രീതിയിൽ ഒരു ഇളവൊക്കെ കൊടുക്കണം. അങ്ങനെയാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. കാരണം മാത്രമല്ല, ഇപ്പോൾ കൂലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനങ്ങൾക്ക് വളരെ കുറവാണ്. ഈ ഒരു ചെറിയ കൂലി ചെയ്തുകൊണ്ട് എന്താ പറയുക, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് കൂടുതലായിട്ട് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ കൂടി നമ്മൾ ഫേസ് ചെയ്യുന്നു. വളരെ കുറവാണ്. പ്രത്യേകിച്ചും പുരുഷന്മാർക്കാണെങ്കിൽ 500 മുതൽ ഏകദേശം 1000 സംതിങ് കിട്ടുന്നു. പക്ഷേ സ്ത്രീകളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. സ്ത്രീകൾക്ക് പൊതുവേ ഒരു 300 മുതൽ 500 വരെ പോലും കിട്ടാത്തൊരു സാഹചര്യമുണ്ട്, ആ ഒരു റേഞ്ചിൽ കൂലി. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൂട്ടി കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാലോ ഇന്നത്തെ കാലത്ത് ജീവിത രീതിയിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സാധനം മേടിക്കുമ്പോൾ അതിന് ഒത്തിരി പൈസയാണ് വരുന്നത്. ആ ഒരു രീതിയിലൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് കൂലിയൊക്കെ കൂട്ടി കൊടുക്കുന്നത് നല്ലതാണ്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച്. അത് എല്ലാവർക്കും പുരുഷനും സ്ത്രീയും ഒരുമിച്ചുള്ള കുടുംബങ്ങളും ഇല്ല, ഒരുമിച്ച് സഹകരിച്ച് ജീവിക്കുന്നുണ്ട്. ചില ഫാമിലിയിൽ സ്ത്രീകൾ മാത്രമല്ല, ചില ഫാമിലിയിൽ പുരുഷന്മാർ മാത്രമല്ല. അത്തരത്തിലുള്ള ആൾക്കാർക്കാണെങ്കിൽ അവർ കുട്ടികളും മക്കളും അവരുടെ ഭക്ഷണവും മറ്റു ചിലവുകളൊക്കെ നോക്കുമ്പോൾ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ലീവ്. അത് നമ്മൾ മനസ്സിലാക്കണം. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാർ, ഇല്ലെങ്കിലും മറ്റേ മുതലാളിമാർ, അതൊക്കെ അത്തരത്തിലുള്ളൊരു കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ ദാറ്റ്സ് ഗ്രേറ്റ് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഗൈസ്, ആക്ച്വലി ഈ പുഴയിലാണ് ഞാൻ എൻ്റെ കുട്ടിക്കാലം അധികമായിട്ട് ചിലവഴിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് കാലത്തിന് ശേഷം ഈ പുഴയിലേക്കൊന്ന് വരണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇന്ന് വന്നത്. പിന്നെ മാത്രമല്ല, നമ്മുടെ ഇവിടുത്തെ അവസ്ഥകളൊക്കെ കാണണമെന്ന്, പുഴയുടെ അവസ്ഥകളൊക്കെ അത് കാണണം. പിന്നെ മാത്രമല്ല, ജനങ്ങൾ ഇന്ന് ഫേസ് ചെയ്യുന്ന ഒത്തിരി ഇഷ്യൂസ് ഉണ്ട്. അതിലൊന്നാണ് നമ്മൾ ഈ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ പുഴ അരികായതുകൊണ്ട് തന്നെ അത്ര ബുദ്ധിമുട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞെങ്കിൽ പോലും sometimes we also face such problems, അതുകൊണ്ട് തന്നെ we should take all the precautions, സോ അത് നമ്മൾ നേരത്തെ തന്നെ നമ്മൾ അറിയുകയും ജനങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള നടപടികൾ നേരത്തെ എടുക്കും എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെന്തായാലും യാത്ര തിരിക്കാം. ഓക്കെ, നമ്മൾ യാത്ര തിരിച്ചിരിക്കുന്നു ഗൈസ്. വി ആർ ബാക്ക് ടു ഹോം.